നമസ്കാരം. ഇല്ലാത്തൊരു പ്രശ്നത്തിന് മുസ്ലിം മതപ്രീണനം മുൻനിർത്തി നമ്മുടെ റഹീം രാജ്യസഭ MP MA LLB കർണാടകയിൽ കിടന്ന് മെഴുകുകയാണ്. സോ ആൻ ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അടിക്കുന്നത് കണ്ടു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ട്രോളാണ്. എങ്ങനെ LLB പാസ്സായോ എന്ന്. അദ്ദേഹമൊക്കെ വക്കീലായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലത്തെ അവസ്ഥ, കക്ഷികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സെന്റൻസ് പോലും കൃത്യമായി പറയാൻ അറിയില്ല. നമ്മള് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഇല്ലാത്തതിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ വടക്കേ ഇന്ത്യയിൽ സംസ്കാരമില്ലാത്തവരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണ് എന്ന് ആഴ്ചയ്ക്ക് 14 വട്ടം പറയുന്ന CPM-ന്റെ നേതാക്കൾ ഇങ്ങനെ കിടന്ന് മെഴുകുമ്പോൾ ആർക്കായാലും ഒന്ന് വിമർശിക്കണം അല്ലെങ്കിൽ ഒന്ന് പരിഹസിക്കണം എന്ന് തോന്നും. അത് ഒരു സ്വാഭാവികമായ വിഷയമാണ്. ഈ ബുൾഡോസർ രാജ് വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണം കെട്ടിരിക്കുകയാണ്. കർണാടകയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത് എന്ന് DK ശിവകുമാർ പറഞ്ഞത് കൂടാതെ കർണാടകയിലെ മന്ത്രിമാരൊക്കെ പറയുന്നത് അത്ര ദണ്ണമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ പോകുന്നവർക്ക് വീടും സ്ഥലവും ഒക്കെ കേരള സർക്കാരിന്റെ ചെലവിൽ പണിത് കൊടുക്കാനാണ് പറയുന്നത്. അങ്ങനെ വീണ്ടും നാണം കിട്ടും. ഇപ്പൊ നേർസാക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് DYFI അടുത്ത തരികിടയുമായി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഫോട്ടോ പ്രദർശനമുണ്ട്. കർണാടകയിലെ ബുൾഡോസർ രാജ്, അതുപോലെ UP-യിലെ ബുൾഡോസറിന്റെ ചില ചിത്രങ്ങളൊക്കെ. ഈ അനധികൃതമായി ഭൂമി കയ്യേറി കഴിഞ്ഞാൽ, സർക്കാർ ഭൂമി, പൊതുഭൂമി കയ്യേറി കഴിഞ്ഞാൽ അത് ഒഴിപ്പിക്കും. കേരളത്തിൽ അങ്ങനെ നടക്കുന്നില്ല എന്ന് വിചാരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. മാത്രമല്ല, അവിടെ ഈ ബുൾഡോസർ രാജ് നടന്ന ഈ പ്രദേശത്ത്, ബംഗളൂരുവിൽ ഈ പ്രദേശത്ത് താമസിക്കുന്നവരെല്ലാവരും മുസ്ലിങ്ങളൊന്നുമല്ല, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ടെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല, അല്ലാത്തവരുമുണ്ട്, മറ്റു മതസ്ഥരുണ്ട്, വീടും കുടിയും ഇല്ലാത്തവരുണ്ട്. അവരെയൊക്കെ പുനരധിവസിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കർണാടക സർക്കാർ നോക്കിക്കൊള്ളും. അതാണ് കർണാടക സർക്കാരിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കിടന്ന് ഇളകണ്ട എന്ന് DK ശിവകുമാർ പറഞ്ഞത്. വേണമെങ്കിൽ പോയി വീട് കെട്ടിക്കൊടുത്തു, ഹരിയാനയിൽ പോയി 10 ലക്ഷം രൂപ കൊടുത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം ധാരാളം പണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ തന്നെ വീട് വെച്ച് കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് ഇടയ്ക്കൂടെ DYFI കളിക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ തകർന്ന് തരിപ്പണമായ ഒരു പരിവുമാകാൻ പോവുകയാണ്. ഏതായാലും നാൾ കൂടി ഈ CPM-നും DYFI-ക്കും ഒക്കെ ആയുസുള്ളൂ. അപ്പം കർണാടകയിൽ കയറി കളിക്കാം എന്നുള്ള ധാരണയാണ്. കർണാടകയിൽ കയറി കളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലല്ല, നല്ല തട്ട് താടിക്കിട്ട് കിട്ടും CPM-ന്. CPM എന്ന പാർട്ടി കർണാടകയിൽ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ നമുക്ക് വ്യക്തമായ ധാരണയില്ല. അതുമാത്രമല്ല, ഈ വടക്കൻ മലബാറിലെ മുസ്ലിം പ്രീണനം നടത്തി ഞങ്ങൾ കർണാടകയിലുമൊക്കെ ഇടപെട്ടു, കർണാടകയിലെ പ്രശ്നമൊക്കെ ഞങ്ങളാണ്, മുസ്ലിങ്ങളുടെ പ്രശ്നമൊക്കെ ഞങ്ങളാണ് പരിഹരിച്ചത് എന്ന് വരുത്തി തീർത്ത് കുറെ മുസ്ലിം വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാംശീകരിക്കാനും നേടാനുമുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതൊക്കെ വൃത്തികെട്ട പൊറാട്ട് നാടകങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു കൊച്ചു കുഞ്ഞിനും മനസ്സിലാകുന്ന കാര്യമാണ് ഈ വൃത്തികെട്ട നാടകം. അതുപോലെ റഹീമിനെ കർണാടകയിൽ നിന്ന് തട്ടുകിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കിടന്ന് മെഴുകുന്നത് പോലെ അവിടെ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മെഴുകിക്കഴിഞ്ഞാൽ, കർണാടക കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, എന്നാൽ പോലും അവിടെ നാട്ടുകാർ എടുത്ത് മഞ്ഞിക്കിടാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളുമുണ്ട്. ഈ ഷോ കാണിക്കാൻ വേണ്ടി, വൺമാൻ ഷോ കാണിക്കാൻ വേണ്ടി പൊട്ട ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് അവിടുത്തെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ആർക്ക് മനസ്സിലാകുന്ന പോലുമില്ല. ഓഡിറ്റ് നടത്താനൊക്കെയാണ് പറയുന്നത്. ഓഡിറ്റൊക്കെ നടത്തി, അതിന്റെ പരിശോധനകൾ നടത്തി, ഇത് പുറമ്പോക്ക് ഭൂമിയാണ്, സർക്കാർ ഭൂമിയാണ് എന്ന ബോധ്യമായതിനു ശേഷമാണ് കർണാടക സർക്കാർ നടപടി എടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും CPM-ന്റെ മറ്റൊരു അധപ്പതനത്തിന്റെ മുഖം കൂടിയാണ് ഈ കർണാടക വിഷയത്തിൽ കാണുന്നത്. മാത്രമല്ല, ചമ്മി നാറി ഒരു പരവുമായി ലഭ്യനായി ഇതുപോലെ മറ്റൊരു സംസ്ഥാനത്തിന്റെ പരിഹാസവും ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ നാട്ടുകാരെ പോലും നാണം കെടുത്തുന്നു. അതിനുവേണ്ടി നമ്മുടെ നാട്ടുകാരെ നാണം കെടുത്തി ഈ മുസ്ലിം പ്രീണനം നടത്തി നമ്മുടെ ആൾക്കാരെ കൂടി മാനം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും CPM-ഉം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടത്തിൽ പാടാനായി DYFI-യും റഹീമും ഒക്കെ രംഗത്തിറങ്ങിയിട്ടുമുണ്ട്. എന്തൊരു സ്ഥിതിവിശേഷമാണെന്ന് നോക്കി, എന്തൊരു അവസ്ഥയാണെന്ന് നോക്കൂ. ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ കയറി അഭിപ്രായം പറയുകയും ബുൾഡോസർ രാജ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഷോ കാണിക്കാൻ ശ്രമിക്കുകയും അവർ നാണം കെടുത്തുകയും ചെയ്തിട്ടും പിന്നെയും ഒരു രാജ്യസഭ MP അവിടെ പോയി കിടന്നുകൊണ്ട് ഈ ഇങ്ങനെ ന്യായീകരണം നടത്തി മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കഷ്ടമാണ് ഈ അവസ്ഥ എന്നൊന്ന് ചിന്തിക്കൂ. എത്ര നാണം കെട്ട ഇടപാടാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് CPM-ഉം കേരള സർക്കാരും. ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും നടക്കട്ടെ, കാര്യങ്ങൾ ഭംഗിയായി തന്നെ നടക്കട്ടെ. കർണാടക ഉപമുഖ്യമന്ത്രിയും കർണാടക ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇവർ പറഞ്ഞത് കേട്ട് ബുൾഡോസർ രാജൊക്കെ നിർത്തിവെച്ച് അവിടെ വലിയ ആൾക്കാർക്ക് ഭൂമിയൊക്കെ ചുമ്മാ ഫ്രീ ആയിട്ട് കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്യും എന്നുള്ള ധാരണയിലാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ആമസോൺ വനാന്തരങ്ങളിൽ തീ പടർന്നതിന് ബ്രസീൽ എംബസിക്ക് മുന്നിൽ പോയി 4 പേർ പ്രകടനം നടത്തിയതും
ഖരാവോ ചെയ്തതും മുദ്രാവാക്യം വിളിച്ചതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്.